ഗ്രേസ് മീഡിയ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നിൽക്കുന്നത് ലുലു മാളിൻ്റെ തൊട്ടടുത്തുള്ള വേൾഡ് മാർക്കറ്റാണ് അല്ലേ? ആനേറ വേൾഡ് മാർക്കറ്റിലാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഓണത്തിനോടനുബന്ധിച്ച് ഓണം അവതാർ ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മേള തുടങ്ങിയിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും നടക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്രാവശ്യം ഓണം അവതാർ ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഫെസ്റ്റ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. തുടങ്ങിയത് ഓഗസ്റ്റ് 22-ാം തീയതി മുതൽ സെപ്റ്റംബർ 14-ാം തീയതി വരെയാണ്. ഹോളിഡേയ്സിൽ വരുമ്പോൾ 11 മണി തൊട്ട് രാവിലെ 11 മണി തൊട്ട് രാത്രി 10 മണി വരെ ഉണ്ട്. അല്ലാത്ത വർക്കിംഗ് ഡേയ്സ് വരുമ്പോൾ ഉച്ചയ്ക്ക് 2 മണി തൊട്ട് രാത്രി 9 മണി വരെയാണ്. ഒരാൾക്ക് 100 രൂപയാണ് ടിക്കറ്റായിട്ട് വരുന്നത്. മെയിനായിട്ട് അവതാർ ഫിലിമിലുള്ള സ്റ്റാച്യു അതിൽ ആ ഒരു ലൊക്കേഷനൊക്കെ ഇല്ല, അതൊക്കെ ഇവിടെ ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാധാ മേളകളിലെ കാഴ്ചകളുണ്ട്, പെറ്റ് ഷോ ഉണ്ട്, പിന്നെന്താണ് ഫുഡ് കോർട്ടുകളുണ്ട്. അങ്ങനെ അമ്യൂസ്മെന്റ് പാർക്കുകൾ ഒരുപാട് സെറ്റ് നന്നായിട്ട് നല്ല രീതിക്ക് പെറ്റ് ഷോ എല്ലാം ചെയ്തിട്ടുണ്ട്. ഈ മേള നമ്മുടെ തൊട്ടടുത്ത് ലുലുമാളിന്റെ തൊട്ടടുത്ത് വേൾഡ് മാർക്കറ്റിലാണ്. ഓണം അവതാർ ഫെസ്റ്റ് 100 രൂപയാണ് ടിക്കറ്റ്. എല്ലാവരും വന്ന് പാർക്കിംഗ് സൗകര്യമുണ്ട്. എല്ലാവരും വന്ന് തന്നെ കാണാൻ നോക്കുക. കുട്ടികളുമായിട്ടൊക്കെ ഓണം അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. നമുക്ക് ഇതിനകത്തുള്ള കാഴ്ചകളൊന്ന് കണ്ടിട്ട് വരാം. എല്ലാം ഉൾപ്പെടുത്തുന്നില്ല, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തി കണ്ടിട്ട് വരാം. നിങ്ങൾ നേരിൽ വന്ന് കാണാം കേട്ടോ. അങ്ങനെ ഓണം അവതാർ ഫെസ്റ്റ് നമ്മുടെ നാട്ടിൽ എത്തിയിരിക്കുകയാണ്. ലുലുമാളിൻ്റെ അടുത്ത് വേൾഡ് മാർക്കറ്റിൽ, അതായത് ആനേറ വേൾഡ് മാർക്കറ്റിലാണ് ഈ ഒരു മേള നടക്കുന്നത്. ഓണം അവതാർ ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആളൊന്നിന് 100 രൂപയാണ് ടിക്കറ്റ്. എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു തീമുമായിട്ട് എത്തിയിട്ടുണ്ട്. അവതാർ ഫിലിമിനെ അനുസ്മരിക്കുന്ന കുറേ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാനൊക്കുന്നത്. നമ്മൾ ഫസ്റ്റത്തെ സെക്ഷനിൽ തന്നെ കയറുമ്പോൾ ഈ കാണുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ട് ലൈറ്റ് അറേഞ്ച് ചെയ്ത് അവതാർ സിനിമയിൽ കണ്ടിട്ടുള്ള കുറേ ക്യാരക്ടറും അതുപോലെ തന്നെ ചെടികളും പുഷ്പങ്ങളും ആ ഒരു സീനൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആ രീതിയിലുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റും അതുപോലുള്ള പ്രോപ്പർട്ടി കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്തിട്ട് അങ്ങനെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ നല്ല ഒരു സന്തോഷം ഉളവാക്കുന്ന ഒരു സ്റ്റേജ് ആണ് എന്ന് തോന്നുന്നു. അതുപോലെ ആ സിനിമയിൽ കാണുന്ന പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു സെക്ഷനിൽ കാണാൻ കഴിയും കേട്ടോ. ആ ഒരു സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങി അടുത്തൊരു സെക്ഷനിലേക്ക് കയറുകയാണ്. അവിടെ അലങ്കാര മത്സ്യങ്ങളും അതുപോലെ തന്നെ പെറ്റ് ഷോയൊക്കെയാണ് നമുക്ക് കാണാനായിട്ടുള്ളത്. അലങ്കാര മത്സ്യങ്ങളും പെറ്റ് ഷോയൊക്കെ എടുത്തു പറയുന്നത് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. നമ്മളെപ്പോഴും കാണുന്നതിനേക്കാളും ഇതിൻ്റെ കൂടൊക്കെ മാറിയിട്ടുണ്ട്. ഒരുപാട് വ്യത്യാസത്തിലാണ് ഈ ഒരു മേളയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ നമ്മൾ ടാങ്കിനകത്ത് പൂച്ചക്കുട്ടി കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യം ഒരു കീരിയാണെന്ന് തോന്നുന്നു കേട്ടോ. അതിനകത്ത് അതൊരു വ്യത്യാസമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ എല്ലാ ഈ ചെറിയ ചെറിയ കൂടുകളാണെങ്കിൽ അതിനകത്തൊക്കെ ഓരോ വ്യത്യസ്ത തരം ജീവികളുണ്ട്. കൂടുകളെല്ലാം വെറൈറ്റി ആയിട്ടുണ്ട്. എല്ലാം നമ്മൾ കാണുന്ന സ്ഥിരം കാഴ്ചയല്ല. കൂടുകളിലൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പെറ്റ് ഷോ ഒക്കെ ഒരുപാട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ബേഡ്സിൻ്റെ ഒരു സെക്ഷനുണ്ട്, അലങ്കാര മത്സ്യങ്ങളുണ്ട്, പിന്നെ അതുപോലെ തന്നെ കോഴി, ആ ഒരു ഫാൻസി കോഴികളൊക്കെ ഇല്ലേ, ആ ഒരു സെക്ഷനുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ കാഴ്ചകൾ നമുക്ക് അടുത്ത ഒരു സെക്ഷനിൽ നിന്ന് കിട്ടും കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. ഇത് നമ്മുടെ മേളകളിലെ സ്ഥിരം കാഴ്ചകളാണ്. എന്താണ് ഫുഡ് കോർട്ടുകളും അതുപോലെ ഫാൻസി ഐറ്റംസും കളിപ്പാട്ടം വാങ്ങാനും ഡ്രസ്സ് വാങ്ങാനും ഫർണിച്ചർ വാങ്ങാനും അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളില്ലേ, മേളകളിൽ നമ്മൾ കാണുന്ന കാഴ്ചകളില്ലേ, അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഒരുക്കിയിട്ടുള്ള ഒരുപാട് സ്റ്റാളുകൾ നമുക്ക് അതിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കും. ഇതിന് ശേഷം ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് കളിക്കുവാൻ വേണ്ടിയിട്ട് ഒരുപാട് അമ്യൂസ്മെൻറ്റ് പാർക്കുകളുടെ ഒരു വലിയൊരു സെക്ഷൻ തന്നെ ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് ഗ്രാൻഡായിട്ട് തോന്നി കേട്ടോ. നമ്മൾ സ്ഥിരം കാണുന്നതിനേക്കാളും കുറച്ചുകൂടി ഗ്രാൻഡായിട്ട് തോന്നി. പിന്നെ മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ആസ്വദിക്കാൻ കഴിയുന്ന കുറച്ച് ഗെയിംസ് ഉണ്ട്. നമ്മളിപ്പോൾ എത്തിയത് അതിൻ്റെ ക്ലോസിങ് ടൈമിനാണ്, അതുകൊണ്ടായിരിക്കും ഇത്ര തിരക്കില്ലാത്തതെന്ന് തോന്നുന്നു. എന്തായാലും ഇതൊരു നോട്ടിഫിക്കേഷനായിട്ട് എടുക്കട്ടെ. കുടുംബമായിട്ടും കുട്ടികളായിട്ടൊക്കെ വന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായതിൻ്റെ നിർദ്ദേശങ്ങളും കമൻറ്റുകളൊക്കെ വന്ന് കമൻറ്റ് ബോക്സിൽ കുറിക്കാനും. നിങ്ങളുടെ കമൻറ്റുകളാണ് ഞങ്ങളെ കൂടുതൽ വീഡിയോസ് എടുക്കാൻ വേണ്ടി പ്രചോദനമാവുന്നത്. മാക്സിമം കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ കൊച്ചു ചാനലാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരുപാട് ഓണവിശേഷങ്ങൾ പുറകെ വരുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനോടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡേറ്റിൽ തന്നെ പോയി കാണാനൊക്കെ പറ്റും. എന്തായാലും അടുത്ത ഒരു വിശേഷത്തിൽ കാണാം. ബൈ.